ആർ അനന്തകൃഷ്ണൻ കൂടി ചേരുന്നു. അനന്തനിൽ നിന്ന് ഞാൻ തുടങ്ങിയാണ്. അനന്തൻ, 12 പേർ ഇതുവരെ ഏറ്റവും ഒടുവിൽ ശങ്കർദാസ് അടക്കം അറസ്റ്റിലായിട്ടുണ്ട്. 3 പേർ പുറത്തിറങ്ങിക്കഴിഞ്ഞു. നിലവിലെ സാഹചര്യം SITയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് പരിഗണിച്ചാൽ വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവർ ഓരോ ഘട്ടങ്ങളായി പുറത്തിറങ്ങുമെന്നതാണ്. അതായത് ഈ അന്വേഷണം എന്ത് എവിടെ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക്. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലിറങ്ങിയ വിശദമായ ഉത്തരവ്, ആ ഉത്തരവ് നമുക്ക് വലിയ ആത്മവിശ്വാസവും കോൺഫിഡൻസും ഒക്കെ തരുന്നതായിരുന്നു. കാരണം അന്വേഷണം ശരിയായ വഴിക്ക് നീങ്ങുകയാണ്, ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. മാത്രമല്ല, പുതുതായി ഇപ്പോൾ അറസ്റ്റിലായവർ കൂടാതെ തന്ത്രി അടക്കം അറസ്റ്റിലായതിനു ശേഷമാണ് അങ്ങനൊരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുന്നത്. മാത്രമല്ല, ഇനി ഞങ്ങളുടെ സർവൈലൻസിൽ ഈ അന്വേഷണ പരിധിയിൽ 5 പേർ കൂടിയുണ്ട്. ഒരു കേസിൽ 3 പേരും മറ്റൊരു കേസിൽ 2 പേരും. അപ്പോൾ ആ ഉത്തരവ് കൂടി ഇറങ്ങിയപ്പോൾ പൊതുവെ അയ്യപ്പ ഭക്തരും കേരള സമൂഹവും ഈ കേസിനെ ഫോളോ ചെയ്യുന്ന എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണം പോകാൻ പോകുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആ ഉത്തരവും ആ പ്രതീതിയും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ദിവസങ്ങളായി. പക്ഷെ കണ്ടതോ ചീട്ടുകൊട്ടാരം പോലെ ആ അന്വേഷണത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇടിഞ്ഞു പോകുന്നതാണ്. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കുറ്റപത്രം ഉടൻ ഉണ്ടാകും, അതായത് 90 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കുറ്റപത്രം നൽകും എന്ന് SIT വൃത്തങ്ങൾ സൂചന നൽകിയിരുന്നു. അതിനവർ പ്രതീക്ഷിച്ചിരുന്നത് VSCയുടെ പരിശോധനാ ഫലമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആധികാരികമായ ഒരു സ്ഥാപനം അവിടുത്തെ മെറ്റലർജി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ പരിശോധന, ആ പരിശോധനയിൽ പക്ഷേ ഒരു അവ്യക്തതയാണ്. SIT പ്രതീക്ഷിച്ചതുപോലെ ഈ ചാർജ് ഷീറ്റിൽ എന്താണോ അവർ കണ്ടെത്തി സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അതിന് ബലം നൽകുന്ന ഒരു തെളിവ് കിട്ടിയില്ല എന്നാണ് നമ്മളിപ്പോൾ വിലയിരുത്തുന്നത്. മാത്രമല്ല, അത്തരം സൂചനകൾ SITയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ലോഹ ഭാഗങ്ങൾ കൊണ്ടുകൊടുത്ത് അതിൻ്റെ സാമ്പിൾ ശേഖരിച്ച് നടയടച്ച ദിവസം ഒന്നാലോചിക്കണം, വൃശ്ചികം 1-ാം തീയതി നട തുറന്ന ദിവസമാണ് ആദ്യം സാമ്പിൾ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ആ 3 മാസത്തെ മണ്ഡലകാലം പൂർത്തിയാക്കി തിരുവാഭരണ യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതിന് പുറകെ SITയുടെ സംഘം വീണ്ടും കയറുകയാണ് ഫോറൻസിക് വിദഗ്ധരുമായി. എന്നിട്ട് പോയി വീണ്ടും ലോഹപാളികൾ എടുത്തുകൊണ്ടുവന്ന് ഇപ്പോൾ വീണ്ടും VSC ഏൽപ്പിച്ചിരിക്കുന്നു. വൃശ്ചികം 1-ന് എടുത്ത സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാൻ 2 മാസം കാത്തിരുന്നു. ഇനിയിപ്പോൾ കൊടുത്തിരിക്കുന്ന ലോഹഭാഗങ്ങളുടെ പരിശോധനാ ഫലം വീണ്ടും വരാൻ ഇനി എത്ര മാസം കാത്തിരിക്കണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്രയും മാസം ഈ ചാർജ് ഷീറ്റ് വൈകിപ്പിക്കുകയാണോ ഇവരുടെ നീക്കം, അതോ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു സംശയം ഉയരുന്നത്, അല്ലെങ്കിൽ പൊതുവെ ആളുകൾക്ക് തോന്നുന്നത്, എന്തുകൊണ്ടാണ് ഈ ചാർജ് ഷീറ്റിൻ്റെ സബ്മിഷൻ വൈകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഓരോ പ്രതികളുടെയും 90 ദിവസം പൂർത്തിയാകുന്ന മുറയ്ക്ക് അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടും. അടുത്ത ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രകൻ എന്ന് വിശ്വസിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയം, പിന്നെ എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഒരാളെ ഒരു കേസുമായി ബന്ധപ്പെടുത്തി അറസ്റ്റ് ചെയ്യുന്നത് ഫർദർ ക്രൈംസ് ഉണ്ടാകാതിരിക്കാനാണ്. അവർ പോയി സാക്ഷികളെ ഭീഷണിപ്പെടുത്തുക, അതല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ. നോക്കൂ, ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട പ്രതികളെ പോലും പിടികൂടുന്നത് ഏറ്റവും വൈകിയാണ്. അപ്പോൾ പോലും എനിക്ക് തോന്നുന്നത്, അന്ന് ചില ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത്, ഈ കേസ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസാണ്, വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ ഒരു ആളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും കരുതൽ ഞങ്ങൾക്കുണ്ട്. ഒരാളെ പോലും അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അയാളുടെ കുടുംബം വഴിയാധാരമായി പോകും, തലമുറകളോളം അതിൻ്റെ പഴി വഹിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ പക്വതയോടെ അന്വേഷിച്ച് തെളിവ് കണ്ടെത്തിയ ശേഷമാണ് അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇവർ പുറത്ത് നിന്നാൽ തെളിവ് നശിപ്പിക്കും, ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളാണെന്നുള്ളത്. അതേ വ്യക്തികൾക്ക് അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ജാമ്യം ലഭിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും വീണ്ടും ഈ അന്വേഷണ സംഘം ആരോപിച്ചതുപോലെയുള്ള പ്രവർത്തികൾക്ക് പോകില്ലേ? അത് തടയാൻ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാതെ വൈകുന്നത് എന്താണ് എന്നും എന്താണ് ഇതുവരെ കണ്ടെത്തിയതെന്നും ഉള്ളത് പൊതുസമൂഹത്തോട് പറയേണ്ട സമയം അതിക്രമിച്ചതാണ് നമ്മൾക്ക് തോന്നുന്നത്.